അങ്ങനെ ഇതാ വൈകിട്ടായപ്പോൾ ഞാനും കുട്ടീസും കൂടി ഇതാ നമ്മുടെ മുകളിലുള്ള പറമ്പിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ നോക്കാനെന്നല്ല, ഇതാ ഈ സാധനം തന്നെ കേട്ടോ. ഈ പൈനാപ്പിൾ പഴുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾ ഇവിടെ എത്തി നോക്കുമ്പോൾ അത് തീരെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് തെറ്റി, പാടെ തെറ്റി. അതിനൊരു പഴുപ്പ് പോയിട്ട് ഒന്നും ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ ഉമ്മ ചിരിച്ച മാതിരി തന്നെ അത് ആ ഒരു കവർ അങ്ങനെ തന്നെ ഇട്ടതിന് ശേഷം ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങിങ്ങാണ്ട് കുറച്ച് മുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ പറിച്ചെടുത്തതിന് ശേഷം പോകട്ടോ മിഷുപ്പി പറയുന്നത് എനിക്ക് കുറച്ച് പാട്ടൊക്കെ പാടണം സ്റ്റേജിമൊക്കെ ഇരുന്നിട്ട്. ഏത് സ്റ്റേജ്? നമ്മുടെ പാറ തന്നെ. എന്തോരം പാറകളാണ്. ഇനി സ്റ്റേജിൽ കയറിയിട്ട് പാട്ടോ കഥയോ എന്താണെന്ന് വെച്ചാൽ കുട്ടീസ് പാടട്ടെ എന്ന് വിചാരിച്ച് ഞാനിതാ അവരെ വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നോക്കുമ്പോഴേ ഇവിടെ ഇത്രയധികം പാറകളുണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് കേട്ടോ. എന്ത് ചിന്തിക്കാനാ, ഇതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴാണല്ലോ അതൊക്കെ മനസ്സിലാവുകയെന്ന് വിചാരിച്ചിട്ട് നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നേ. ഈ മഴയും കണ്ട് കൊലായിൽ കുറേ സമയം ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു ചായയും കൂടി ആവാം.